Hi guys, ഇപ്പോൾ സ്റ്റക്കായി. കാറിലിടാൻ വേണ്ടിയിട്ട് ഒരു കീ ചെയിൻ വേണം. Hi guys, ഇപ്പോൾ സ്റ്റക്കായി. റൂം തുറക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട്. അപ്പോൾ അവൾ ഇരുന്നിട്ട് എന്നെ ട്രോൾ ചെയ്താണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കലാപരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, ഞങ്ങൾ റൂമിൽ വന്ന് ഫ്രഷായി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ഇനിയിപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞെങ്കിൽ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് ഏതൊക്കെയോ സ്ഥലങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ പോകണം. ഞാൻ ഓരോന്ന് പോണ വഴിക്കെല്ലാം കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബാഗ് നമ്മളുടെ പ്ലേസിൽ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. സോ ഫുഡ് ഞാൻ അവിടെ ചെന്നിട്ട് എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഫുഡ് കഴിക്കുന്ന സംഭവമൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. സോ ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചിട്ട് വേഗം ബസ്സിലേക്ക് കയറി ഫാസ്റ്റായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൈസൂർ പാലസിലേക്കാണ്. പോകുന്ന വഴി നല്ല കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് കുതിരവണ്ടി പോണതും പിന്നെ എന്താ പറയുക സ്ട്രീറ്റ് ഷോപ്സും അങ്ങനെയൊക്കെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഗൈഡാണിത്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് കയറി ഒന്നിച്ചിറങ്ങണം എന്ന് പറഞ്ഞാൽ കൂട്ടം തെറ്റി പോയത്. നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ നാളം പാർക്കിലേക്ക് പോണ പോലെയാണ് ആ ഒരു ഫീല്. ഉമ്മി നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരെയൊക്കെ നോക്കി വെച്ചിട്ടോ വഴിതെറ്റി പോയിരുന്നല്ലോ. അത്യാവശ്യം തിരക്കുണ്ട്. എനിവേ വെദർ നല്ല അടിപൊളിയാണ്. സോ ഫീൽസ് ഗുഡ്. പണിയാണ് പക്ഷെ നല്ല വെയിലുണ്ട്. നമ്മൾ ഈ കൂട്ടത്തില് മറ്റേ താറാവ് കൂട്ടത്തില് ആൾക്കാർ പോണ പോലെ ഞാൻ ആദ്യമായിട്ടാണ് ഗ്രൂപ്പിൽ വന്നിട്ട് ഇങ്ങനെ പോണത്. ഞങ്ങള് മൈസൂർ പാലസിന്റെ അകത്തേക്ക് കേറിയില്ല, പുറത്തു കൂടി നടക്കാനാണ്. വി ആർ ഗോയിങ് ദേർ. നല്ല റഷ് ഉണ്ട്. ഒരുപാട് എന്താ പറയാ വെക്കേഷൻ ആയ കാരണം സ്കൂളിൽ നിന്നൊക്കെ കുറെ ആൾക്കാർ പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൂടാണ്ട് നമ്മളെ പോലത്തെ ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആൻഡ് നല്ല രസമുണ്ട്, നല്ല അടിപൊളി സെറ്റപ്പ്. ഞങ്ങള് മൈസൂർ പാലസ് ടിപ്പു സുൽത്താൻ്റെ അവിടെ ബാംഗ്ലൂരിൽ പോയപ്പോൾ അവിടെ ഞങ്ങളത് എടുത്തിട്ടുണ്ടായിരുന്നു. മൈസൂർ പാലസിൽ പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല.
giving me wind and rain. You're some kind of butterfly. Baby, you give me midnight. You whip up my appetite. Don't leave me here high and dry. Oh, well, I don't wanna jinx it, baby. Hi. ക്യാമറ ഉണ്ടപ്പോ എല്ലാരും കൂടി ഹായ്. അവിടെ ഷൂസ് ഊരി വെക്കണം. കാല് മൈസൂർ പാലസിലേക്ക് കയറാനുള്ള തിരക്കാണ്. എന്റെ പൊന്നോ, ഒന്നും രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ വിസിറ്റ് ചെയ്ത ടൈം ഒരു എന്താ പറയുക, ഹോളിഡേ ടൈമാണ്. അപ്പോൾ അത് കാരണം അത്രയും റഷ് എന്ന് പറഞ്ഞാൽ ഒന്നും പ്രോപ്പറായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ ഒന്നും പറ്റിയില്ല. അത്രയും തിരക്കായിരുന്നു. ബിക്കോസ് അതിനകത്ത് പെട്ടിട്ട് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു, അത്രയും തിരക്കായിരുന്നു. സോ എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ പ്രോപ്പറായിട്ട് ഒന്നും അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ആൾക്കാരെ തലയാണ് മൊത്തം ഷൂട്ട് ചെയ്യുമ്പോൾ വരുന്നത്. മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അവിടെ കുറച്ച് നേരം നിന്ന് ഷൂട്ട് ചെയ്യാനോ അതിൻ്റെ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് എടുക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് അവിടെ എന്താ പറയുക, മൂവിങ് ആയിരുന്നു. മീൻസ് വേഗം ഷൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പോകേണ്ടേ വരുമ്പോൾ, ബിക്കോസ് അത്രയും തിരക്കാണ്. അവിടെ നിൽക്കാൻ പറ്റില്ല. ബിക്കോസ് നിന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നമ്മളെ തള്ളി ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഈ പാലസിലെ ആർട്ട് വർക്കിനെ കുറിച്ച് പറയാൻ വേണ്ടി സത്യം പറഞ്ഞാൽ വാക്കുകളില്ല. അത്രയും മനോഹരമായ ആർട്ട് വർക്കാണ്. ഏതൊരു എന്താ പറയുക, ഏതൊരു പ്ലേസിലേക്ക് ഫോക്കസ് ചെയ്താലും അവിടെ വെറൈറ്റി കളേഴ്സും ഡിസൈൻസും ഒക്കെ കൊടുത്തിട്ട് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും അത്രത്തോളം മനോഹരമായിട്ടാണ് ആ വർക്ക് ചെയ്തിട്ടുള്ളത്. ഹിന്ദുയിസവും രാജ്പുട്ട്, ഗോത്തിക്, പിന്നെ മുസ്ലിംസിൻ്റെയും എല്ലാം കൂടെ ഒരു മിക്സ്ചർ ഓഫ് ആർട്ട് ഫോമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഓരോ പ്ലേസിലേക്ക് നോക്കുമ്പോഴും നമുക്ക് കണ്ണെടുക്കാൻ വേണ്ടി തോന്നില്ല. അത്രയും മനോഹരമായിട്ടാണ് ഓരോ ആർട്ട് ഫോംസും ആർട്ട് വർക്കും അവിടെ ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. മൈസൂരിൽ വരണമെങ്കിൽ ദിസ് ഈസ് ദ മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് തന്നെ പറയാം. അത്രയും നല്ല മനോഹരമായൊരു പ്ലേസാണ്. മാക്സിമം ഹോളിഡേയ്സ് ഉള്ള ടൈമിൽ വരാതെ വേറെ ഏതെങ്കിലും ടൈം ചൂസ് ചെയ്ത് വരണിരിക്കും നല്ലത്. എന്നാലേ അത് പ്രോപ്പറായിട്ടൊന്ന് നല്ല പോലെ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഒട്ടും നമുക്ക് പ്രോപ്പറായിട്ട് നിന്ന് ഒന്ന് വിശദീകരിച്ച് കാണാനുള്ളൊരവസരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. അത്രയും തിരക്കാണ്. എത്ര വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അത്രയും ഭംഗിയായിട്ട് ഇതെങ്ങനെയാണ് ആ കാലഘട്ടങ്ങളിൽ ചെയ്ത് വെച്ചേക്കണമെന്ന് ഒട്ടും വിശ്വസിക്കാൻ പറ്റണില്ല. അത്രയും മനോഹരമാണ് ഈ ഒരു പാലസ്. അങ്ങനെ ഞങ്ങൾ പാലസിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ആ ചെരുപ്പ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പ്ലേസിൽ വന്നേക്കുന്നതാണ്. ആ കെട്ടി വെച്ചേക്കണ മൊത്തം നമ്മളുടെ ചെരുപ്പുകളാണ്. അതിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ഔട്ടാക്കി ചെരുപ്പ് എടുത്ത് ഇടണം. അതൊരു ടാസ്ക്കാണ്. ഒരു രക്ഷയില്ല. പ്രോപ്പറായിട്ടൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പുറത്തിറങ്ങിയപ്പോൾ വലിയ തിരക്കില്ല. ഹോപ്പ്ഫുള്ളി ഇനിയുള്ള സ്ഥലങ്ങളൊക്കെ അധികം റഷില്ലാണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്.
സത്യം പറഞ്ഞെങ്കിൽ ആ പാലസിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് കുറേ കൂടി സ്പേസ് ഉണ്ടായിരുന്നു, നടക്കാനും ആൾക്കാരെ തിരക്കും അങ്ങനെ വലിയ ഉണ്ടായിരുന്നില്ല. അതിനകത്ത് കയറിയപ്പോൾ ശരിക്കും ശ്വാസം മുട്ടുണ്ടായിരുന്നു, അത്രയും ആൾക്കാർ റഷായിട്ട് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഒരു ഫ്ലവർ ഷോ നടക്കാനാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു ഫ്ലവർ ഷോ കാണാനായിട്ട്. എവിടെ ക്യാമറ വെച്ചാലും ഒടുക്കത്തെ ലുക്ക്, ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫുള്ളിങ്ങനെ ഫ്ലവർ നിറഞ്ഞിട്ട് ഫ്ലവർ വെച്ചിട്ട് തന്നെ അവർ പല പല ഇങ്ങനെ എലഫൻറ്റ്, പിന്നെ പീക്കോക്ക്, പിന്നെ കുതിരവണ്ടി, അങ്ങനെ പല 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 ഐറ്റംസ് ഇങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്, എവിടെ ക്യാമറ വെച്ചാലും ഭയങ്കര അടിപൊളി. ഈ മൈസൂർ പാലസിന്റെ അകത്ത് തന്നെ ഒരു ഫ്ലവർ ഷോ നടക്കണതാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. മയിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ, ഒരു മയിലുണ്ടാക്കി വെച്ചേക്കണ സൂം ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ, ഇവിടെ ഒരു ആനനെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചേക്കണ. ഞങ്ങൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി അകത്ത് കയറി ഫ്ലവറിന്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊന്നും കാണുന്നില്ല. പിന്നെ ഞങ്ങൾ കുറേ നോക്കി, അവിടെ ആരെയും കാണില്ല, എല്ലാവരും പുറത്തിറങ്ങി. എനിക്ക് തോന്നുന്നു കുറേ നടന്നിട്ട് അവരെ കാലൊക്കെ വേദന എടുത്തിട്ട് അവർ പുറത്തിറങ്ങി. ഞങ്ങൾ ഇതൊക്കെ എന്തായാലും വന്നതല്ലേ, വൺസ് എപ്പോഴും വരില്ലല്ലോ, അപ്പോൾ അത് കാരണം ഇങ്ങനെ വരുമ്പോൾ ഫുള്ള് കാണാൻ ഓർത്തിട്ട് ഇങ്ങനെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കാണാൻ നമ്മളെ കൂടെയുള്ള എല്ലാവരും പുറത്തെത്തി കഴിഞ്ഞു. പൂക്കൾ കണ്ടിട്ട് എനിക്ക് കണ്ണ് കഴിയും, എവിടെ എടുക്കേണ്ടത് ഏതാ എടുക്കേണ്ടത്, മൊത്തം എവിടെ ക്യാമറ എവിടെ വെച്ചാലും മൊത്തത്തില് എന്താ പറയാ ഫുള്ള് കളറ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. ലൈറ്റ് ഇട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി ഇല്ല, ഇന്നലെ ശരിക്കും ഉറങ്ങാത്ത കാരണം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി എനിക്കില്ല. ഞങ്ങൾ കയറി വന്ന ആ ഭാഗം തന്നെയാണ് ഈ കാണുന്നത് എൻട്രൻസ്. ഇപ്പുറത്ത് എക്സിറ്റ് ഉണ്ട്, അവിടെ ഇങ്ങനെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടേക്കണം. ഇപ്പോൾ നൈറ്റായി തുടങ്ങിയപ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് അമ്പലത്തിലും പിന്നെ എല്ലാ സൈഡിലും മൊത്തം ആ മരത്തിൽ മൊത്തം ലൈറ്റ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര എന്താ പറയുക ഒരു നൈസായിട്ടുള്ളൊരു വൈബ്. രാത്രി കാണാനും ഈ പാലസ് അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ചാമുണ്ഡി ഹിൽസിലേക്കാണ് നമ്മൾ പോണത്. ഇത് ബസ് ആ വഴി പാസ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാവണ ആ വ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് അതിൻ്റെ വ്യൂ. അതാ ജസ്റ്റ് ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചില്ലേ, അതാണ് നമ്മളുടെ മൈസൂർ പാലസ്. അപ്പം ഞങ്ങൾ ആ സ്ഥലം എത്താനായി. അപ്പം ഞങ്ങൾ ചാമുണ്ഡി ഹിൽസ് കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. നല്ല തണുപ്പുണ്ട്, ടയർഡായി ശരിക്കും പറഞ്ഞു. ഇത് ലാസ്റ്റ് സ്ഥലമാണ്. ഉമ്മി സുവനീർ വാങ്ങിക്കണ്ടേ? സുവനീർ വാങ്ങിക്കണ്ടേ? വരണ വഴിക്ക് വാങ്ങിക്കാല്ലേ? വരണ വഴിക്ക് അങ്ങനെ വീണ്ടും ഞങ്ങൾ എന്തൊക്കെയോ സാധനം വാങ്ങിക്കാൻ വേണ്ടി ഇടയിൽ നിന്നു. അപ്പോഴേക്കും നമ്മളെ കൂടെ ഉള്ളവർ വീണ്ടും മിസ്സായി. അപ്പോൾ വഴി ഇത് തന്നെയാണെന്ന് മനസ്സിലായി. സോ ഞങ്ങൾ നേരെ നടന്നു. അപ്പോൾ അവിടെ കുറേ ഇങ്ങനെ സാധനങ്ങളും ഫുള്ളിങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ പൂജാ സാധനങ്ങൾ വെക്കണ ഷോപ്സ് ഉണ്ട്. പിന്നെ സുവനീർ,
കളി സാധനങ്ങൾ കുട്ടികളുടെ ടോയ്സൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഷോപ്പിൻ്റെ ഒരു മേള പോലെ ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഞങ്ങൾ അകത്തേക്കൊന്നും കയറിയില്ല, ബിക്കോസ് ഞങ്ങൾ ഷോപ്പ് ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല തണുപ്പുണ്ടായിരുന്നു. സോ വേഗം വ്യൂ പോയിൻ്റ് കാണാൻ തിരിച്ച് പോകാമെന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ഞങ്ങൾ നടക്കായിരുന്നു. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ വിൽക്കണ ഐറ്റംസ്, ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു. ഈ സ്ട്രീറ്റ് ഷോപ്പൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചില്ല, ബിക്കോസ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ പണിയാവും. അപ്പോൾ അത് കാരണം ഞങ്ങൾ അതിനൊന്നും മുതിർന്നില്ല. ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്കൊന്നും കയറിയില്ല, ജസ്റ്റ് വ്യൂ പോയിൻ്റ് കാണാൻ തിരിച്ചു വരാമെന്നുള്ളൊരു സംഭവമായിരുന്നു. 1008 സ്റ്റെപ്സാണ് ആ ചാമുണ്ഡേശ്വരി ഹിൽസ്, അതിനകത്തേക്ക് ആ ക്ഷേത്രത്തിനകത്തേക്ക് നടന്ന് കയറാനുള്ളത്. ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കിയപ്പോൾ ആ ഒരു വ്യൂ പോയിൻ്റ് പ്രോപ്പറായിട്ട് കാണില്ല. അപ്പോൾ കൂടെ വന്ന 1-2 ആൾക്കാർ പറഞ്ഞു അതുപോലെ കുറച്ച് അടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും. എനിക്ക് തണുപ്പ് കൂടിയിട്ട് കണ്ണ് വേദന ആവണം. ഗ്ലാസ് ആണെങ്കിൽ എടുക്കാൻ മറന്നു. സോ ഭയങ്കര കണ്ണൊക്കെ എന്തോ കൊണ്ട് ഓൾറെഡി സുഖമില്ലായിരുന്നു. അപ്പോൾ ഇതും കൂടെ ആയപ്പോൾ നമ്മൾ അത്ര നടന്നിട്ട് കണ്ട ഒരു വ്യൂ പോയിൻ്റ് ആണത്. അപ്പോൾ ഞാൻ ഇതുപോലെ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ബസ് ഇങ്ങനെ പോണ ടൈമിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ നിർത്താം. അപ്പോൾ അവിടെ നിർത്തുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു വ്യൂ പോയിൻ്റ് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ആശ്വാസം, ഇത്ര നടന്നിട്ട് ഒന്നും കണ്ടില്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമമല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ടൗണിൽ പോകുമ്പോൾ എടുക്കാമെന്ന് ഓർത്തു. സോ വി ആർ ഗോയിങ് ദെയർ. ഞങ്ങൾ വ്യൂ പോയിൻ്റ് പ്രോപ്പറായിട്ടൊന്നും കണ്ടില്ല. പോണ വഴിക്ക് ഇനി ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ അത് നമുക്ക് നോക്കാം. അങ്ങനെ തിരിച്ചു വന്ന വഴി ഞങ്ങൾ ആ സുവനീറിന്റെ ഷോപ്പിൽ കയറി. സുവനീർ മാത്രമല്ല വേറെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം റേറ്റ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് ബാർഗെയിനൊക്കെ ചെയ്ത് അവിടെ നിന്ന് മൈസൂർ പാലസിൻ്റെ ഒരു സുവനീർ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അത് എടുത്തു. പിന്നെ വേറെ കുറച്ച് കീ ചെയിൻ്റെ സംഭവങ്ങളൊക്കെ കണ്ടു. അങ്ങനെ അതൊക്കെ നോക്കി. ഇത് അത്ര രസമുണ്ടായിരുന്നില്ല ഫസ്റ്റ് നോക്കിയത്. പിന്നെ ലാസ്റ്റാണ് ഞങ്ങൾ ഒരു സുവനീർ സെലക്ട് ചെയ്തത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ പുള്ളിനോട് കുറേ ബാർഗെയിൻ ചെയ്യുന്ന സീനാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഞാനെടുത്ത സുവനീർ, മൈസൂർ പാലസിൻ്റെ. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങളൊരു കീ ചെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാറിന് ഒരു കീ ചെയിൻ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തൊരു കീ ചെയിൻ ഇവിടെ നിന്ന് വാങ്ങിക്കുക. വെയിറ്റ് ഉണ്ടായിരുന്നില്ല, കാണാനും ഭംഗിയുണ്ട്, ഒരു ഓർമ്മയും കൂടിയാണല്ലോ. സോ അത് കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് അയച്ചെന്നുള്ള ഒരു കീ ചെയിൻ, ആ ഗിറ്റാറിൻ്റെ ഒരു കീ ചെയിൻ എടുത്തു. അതാണ് നമ്മളിവിടെ നിന്ന് വാങ്ങിച്ചത്, വേറെ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി. നിങ്ങൾ ആ കാണുന്നതാണ് മൈസൂർ പാലസ്. ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് വ്യൂ പോയിന്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം വ്യൂ പോയിന്റിൽ നിന്ന് ഈ എന്താ പറയുക ഫുൾ വ്യൂ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. രാത്രി ആ ഒരു ഫുൾ ഇങ്ങനെ തിളങ്ങി കാണാൻ വേണ്ടിയിട്ട് മിന്നി പോലെ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു, അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സപ്പോർട്ട്. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നാലും എനിക്ക് ഫ്രണ്ടിലേക്ക് വരാൻ പറ്റില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയുകയും ചെയ്യണം. ടാറ്റ, ബൈ ബൈ.